I'll see you in another life when we are both cats. ഈ റീല് കാരണമാണ് ഞാൻ ഈ സിനിമ മൊത്തം ഇരുന്ന് കണ്ടത്. പക്ഷേ ഈ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ കിളി പോയി. എൻ്റെ കിളികളെല്ലാം എങ്ങോട്ടോ പാറിപ്പറന്നു പോയി. അത്രയും കൺഫ്യൂസ്ഡാണ് ഈ മൂവി. സിനിമയുടെ പേരാണ് വാനില സ്കൈ. ഇതിൽ ഒരു സീൻ കട്ടായിട്ട് നെക്സ്റ്റ് സീൻ വരും. പക്ഷേ മുമ്പ് നടന്ന സീനായിട്ട് പിന്നീട് വരുന്ന സീനിന് ഒരു ബന്ധവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മൂവി ഒരു റീമേക്ക് മൂവിയാണ്. 1997 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സ്പാനിഷ് മൂവി ആയിട്ടുള്ള ഓപ്പൺ യുവർ ഐസ് എന്ന മൂവിയുടെ റീമേക്കാണ് വാനില സ്കൈ. ഈ രണ്ട് സിനിമയിലും ഒരു കാര്യമാണ് കോമൺ ആയിട്ടുള്ളത്. അത് ഈ സിനിമയിലെ നായികയാണ് പെനലോപ്പ് ക്രൂസ്. ഒരു ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ ടോം ക്രൂസ് ഈ ഓപ്പൺ യുവർ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കാണാണ്. എന്നിട്ട് അതിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ട് ആൾ ഹോളിവുഡ് സംവിധായകൻ കാമറോൺ ക്രൂനെ കൊണ്ട് ഈ മൂവി സംവിധാനം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചില സീൻസൊക്കെ കാണുമ്പോൾ തോന്നും ഇത് ഇലൂഷണലാണോ അതോ ഇതാണോ റിയൽ, അതോ നെക്സ്റ്റ് സീനാണോ റിയൽ, അതോ നെക്സ്റ്റ് സീനാണോ ഇലൂഷണൽ. മൊത്തത്തിൽ കൺഫ്യൂസ്ഡാണ് ഈ മൂവി. ഇതിൻ്റെ ഡയറക്ടറാണ് പറഞ്ഞിരിക്കുന്നത് ഈ മൂവിയിൽ ടോട്ടൽ ഒരു 5 ഇൻ്റർപ്രിട്ടേഷൻ വരെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയില്ല ആളെന്താ ഉദ്ദേശിച്ചേക്കുന്നതെന്നുള്ളത്. പിന്നെ ക്ലൈമാക്സ് എത്തുമ്പോൾ തോന്നും നമുക്ക് കാര്യം പിടികിട്ടി, ഇങ്ങനെയാണ് ക്ലൈമാക്സ് ആയി, ഓക്കെ ആയി, ഇതാണ് സംഭവം. പക്ഷെ ക്ലൈമാക്സ് കണ്ട ഒന്നും കൂടി നമ്മുടെ കിളി പോകും. അത്രേ ഉള്ളൂ. ഇങ്ങനെ കിളി പോകുന്ന കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൂവീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി വാനില സ്കൈ കാണുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ആൻഡ് എല്ലാവരും സന്തോഷമായിട്ട് സിനിമയൊക്കെ കാണുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.